വിശുദ്ധ ഖുർആനിൽ സൃഷ്ടികളുടെ ദുർബലതയും സൃഷ്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ചാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നും മനുഷ്യന്റെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുസരിച്ച് ഉണ്ടായതല്ല. ഉണ്ടായത് പോലും അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ജനിച്ചത് നമ്മുടെ ആരുടെയും തീരുമാനപ്രകാരമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ തീരുമാനപ്രകാരവുമല്ല. എനിക്ക് ഇന്ന കോലത്തിൽ, ഇന്ന രൂപത്തിൽ, ഇന്ന ലക്ഷ്യത്തിലെത്തുന്ന ഒരു മകനുണ്ടാകണം അല്ലെങ്കിൽ മകളുണ്ടാകണം എന്ന് നമ്മളെ വാപ്പയമ്മയെ തീരുമാനിച്ചിട്ടുണ്ടാകാം. തീരുമാനമനുസരിച്ച് നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മാതാപിതാക്കളുടെ തീരുമാനമനുസരിച്ചല്ല നമ്മളാരും ഈ രൂപത്തിൽ ഉണ്ടായത്. നമ്മുടെ തീരുമാനമനുസരിച്ചുമല്ല നമ്മൾ ജനിച്ചത്. നമ്മുടെ തീരുമാനമനുസരിച്ചുമല്ല നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവൻ ജനനം മുതൽ മരണം വരെ നമ്മുടെ ആരുടെയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമനുസരിച്ച്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടായതല്ല, ഉണ്ടാകുന്നതുമല്ല, അങ്ങനെ ഒട്ട് സംഭവിക്കുകയുമില്ല. എങ്കിൽ പിന്നെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ നമ്മളല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുമല്ല എങ്കിൽ അതിന്റെ പിന്നിൽ ആരാളുള്ളത്? അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ മാത്രമല്ല, പ്രവാചകനും പ്രവാചകന്മാരും ആരാധിക്കപ്പെടുന്ന ആളുകളും എല്ലാ ആളുകളും ഈ വിഷയത്തിൽ തുല്യരാണ്. ഇതും ബുദ്ധിപരമായി ആലോചിച്ചാൽ എന്ത് ബോധ്യപ്പെടുത്തുന്നു? ഈ തീരുമാനം ആരാണോ ഉണ്ടാക്കുന്നത്, ആരുടെ ഇഷ്ടവും തെരഞ്ഞെടുക്കലും അനുസരിച്ചാണോ ലോകത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്.